ഞാനിത് 4 മണിക്കടിക്ക് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോണേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനം. ഞാൻ ഈ തവിക്ക് ഒരു 3 തവി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ആവശ്യമായിട്ടുള്ളത് പഴമാണ്. എനിക്ക് കുറേ പഴം ഇതിനെ കിട്ടി. ഇപ്പോൾ അത് കറുത്ത് പോകുന്നതിന് മുമ്പൊക്കെ ചെയ്തേക്കാമെന്ന് ഓർത്തു. പിന്നെ ഏലക്കായും ജീരകവും പൊടിച്ചതാണ്. പിന്നെ അതിനാവശ്യമായിട്ട് കുറച്ച് തേങ്ങ, പിന്നെ ശർക്കര. അത് നമ്മൾ സാധനം എടുക്കുന്ന ഗോതമ്പ് പൊടി എടുക്കുന്നതിൻ്റെ അളവിന് ആളിൻ്റെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അത് ഞാൻ ഉണ്ടാക്കുന്നത് വട്ടയിലക്കകത്താണ് കേട്ടോ. നമ്മൾ വാഴയിലക്കകത്ത് ഒക്കെ പണ്ടുള്ള അമ്മച്ചിമാർക്കൊക്കെ നമുക്ക് ഈ ഇലക്കകത്തൊക്കെ പുഴുങ്ങി തരുന്നതിൻ്റെ ഒരു പ്രത്യേക ആരോഗ്യമാണ് അതിനൊക്കെ. വാഴയിലക്കകത്ത് പുഴുങ്ങി കഴിക്കാം, ഭക്ഷണയിലക്കകത്ത് കഴിക്കാം, വട്ടയിലക്കകത്ത് കഴിക്കാം. വട്ടയിലക്കകത്തൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല മണവും നല്ലൊരു ടേസ്റ്റുമാണ്. ഈ ഇല നല്ല പോഷക ഗുണമുള്ള ഇലയാണ്. വട്ടയിലയെന്ന് പറഞ്ഞ് നമ്മളത് ഉപേക്ഷിച്ച് കളയില്ല, നല്ലതാണത്. അത് ഞാനൊന്ന് പുഴുങ്ങുന്ന വിധമൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ തേങ്ങ ഇട്ടു, ഏലക്കായും ജീരകവും പൊടിച്ചതിട്ടു, ശർക്കര ഇട്ടു, ഒരു ശകല ഉപ്പ്, നമ്മൾ ആ മധുരം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശകല ഉപ്പിടണേ, ശകല ഉപ്പ്. ഇനി ഞാൻ ഈ പഴം കൂടെ ഞെരടിയിട്ട് ഇതിനകത്ത് കുഴച്ച് കാണിക്കാം. ഇനി ഞാൻ ആ പൂവമ്പഴം ചെറുതായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് അത് ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇനി അതിന് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ നല്ല അടപ്പരുവത്തിന്, ഇലക്കകത്ത് വെക്കാൻ പരുവത്തിന് ഇതൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പം ഞാൻ ഈ വട്ടയുടെ ഇലക്കകത്ത് ഇതെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുവാണേ. അതെങ്ങനെയാണെന്നും കൂടെ കാണിക്കാം. ഇങ്ങനെ കുറേശ്ശെ മാവ്, നമ്മൾ വേറെ വെള്ളം ചേർത്തില്ല കേട്ടോ. പഴം അരച്ചപ്പോഴത്തേന് ആ മാവിന് വെള്ളം കറക്റ്റായി. ഇനി നമ്മൾ ഈ വട്ടയുടെ ഇല എടുത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ പരത്തുവാണേ. ഇങ്ങനെ പരത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും മടക്കി, ഇവിടുന്ന് ഇങ്ങോട്ടും മടക്കി, ഇങ്ങോട്ട് മടക്കി, ഇങ്ങനെയാണ് ചതുരമായി കണ്ടോ. ഇങ്ങനെ കൊടുക്കും. എളുപ്പമാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഈ ഇലയുടെ മണവും ഈ ഇലയുടെ ഗുണവും നമ്മുടെ ശരീരത്തിൽ നല്ല ഒരു ഔഷധം കൂടെയാണ്. പിന്നെ തേക്കിൻ്റെ ഇലക്കകത്തൊക്കെ പണ്ട് കണ്ടില്ല, നമ്മൾ ചോറൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കുമായിരുന്നു, ഉപ്പുമാവ് കഴിക്കുമായിരുന്നു. പിന്നെ ഇതുപോലെ ഈ തേക്കിലക്കകത്ത് ഉപ്പുമാവ്, പിന്നെ പുട്ട്, ചോറ് ഒക്കെ പൊതിഞ്ഞ് വെച്ചിട്ട് കഴിക്കുമായിരുന്നു. അതൊക്കെ ചുമ്മാതൊന്നും അല്ലെന്ന് പറഞ്ഞത്, പാത്രമില്ലാതെ ആണ് കഴിക്കുന്നതെന്ന് പറയും. എന്നാലും അത് ചുമ്മാതൊന്നും അല്ലെന്ന് കഴിച്ചത്. അതൊക്കെ നല്ല ഔഷധം ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ. ഇന്നൊക്കെ നമ്മളെല്ലാം ഫ്ലൈവറിൻ്റെ പാത്രവും അല്ലാത്ത പ്ലേറ്റുകളും കുക്കിങ് വിശേഷങ്ങളും ഒക്കെ മാറി, നമ്മുടെ പാചക രീതിയൊക്കെ മാറിയപ്പോൾ നമുക്ക് പേരില്ലാത്ത പല രോഗങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ പഴയ ഓർമ്മയിലേക്കൊക്കെ ഒന്ന് വരണമെന്നേ, ഇങ്ങനെയൊക്കെ ഒന്ന് കഴിക്കണം കേട്ടോ എല്ലാവരും. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഇലക്കകത്ത് പൊതിഞ്ഞ് വെച്ചിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ണുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അതൊക്കെ നല്ല ഗുണമുള്ളതാണ് അങ്ങനെയൊക്കെ കഴിക്കുന്നത്, നല്ല ടേസ്റ്റൊക്കെ. ഇപ്പോഴത്തെ പിള്ളേർക്ക് പൊതിച്ചോറെന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ പൊതിച്ചോറ് ഇറങ്ങിയിട്ടുണ്ട്, ആ പൊതിച്ചോറല്ല. പിള്ളേർക്കൊക്കെ പൊതിച്ചോറെന്നൊക്കെ പറഞ്ഞൊന്നും അറിയത്തില്ല. ഞാനൊക്കെ സ്കൂളിൽ പോയപ്പോൾ പാത്രമൊന്നുമില്ല അത് ചോറ് കൊണ്ടുപോകാൻ. ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് ഇലക്കകത്ത് അതൊന്നും തന്നുകൊണ്ടില്ല. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. അതിൻ്റെ അട വെന്തേ തുറന്നപ്പോൾ തന്നെ ഒരു മണം. ഞാനിപ്പോൾ അത് കഴിക്കാൻ 2 എടുക്കട്ടെ കേട്ടോ. വെന്തെന്ന് തോന്നുന്നു, വെന്തു. എൻ്റെ 4 മണി ചായക്കുള്ള കടി റെഡിയായേ. ഇപ്പം നമ്മുടെ ഇലയപ്പം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഇലയപ്പമൊക്കെ അഴിച്ച് തിന്നുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കണ്ടോ. അടാ ഇത് ശകലം തിന്ന് നോക്കട്ടെ. തിന്ന് നോക്കാനില്ല, ഇത് ഇത് തിന്നുമ്പോൾ പഴയ കൊച്ചു നാളിലുള്ള ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, എനിക്കറിയാം, ഞാൻ കഴിച്ചിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു പലഹാരം, നല്ല ടേസ്റ്റായത്. നമ്മൾ എണ്ണയ്ക്കകത്തൊക്കെ വറുത്ത് കഴിക്കുന്നതിലും ഭേദം 4 മണിക്ക് ഇങ്ങനെ ഇലക്കകത്തൊക്കെ പുഴുങ്ങി തിന്നുന്ന അടിപൊളിയാണ്.